ആഞ്ചലോ, ഇപ്പം ഡാനിഷ് മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഈ ജെൻസികൾക്ക് ഒന്നെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത്, ഇതിൽ വോട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിലാണ്. അതായത് കൂടുതൽ ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ആഞ്ചലോ? ഒരിക്കലുമില്ല. ജെൻസികളെ സംബന്ധിച്ച് എന്താണ്, ഈ പുതുതലമുറയെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയത്തിനോട് അയിത്തം പാലിക്കുന്നു എന്നുള്ളൊരു സമീപനം ഒരിക്കലും എടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേസമയം അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുവാക്കൾക്ക് അല്ലെങ്കിൽ ജെൻസി തലമുറയിൽപ്പെട്ടവർക്ക് സർക്കാരിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ റോളില്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ് നേരിടുന്നത്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെ ഡാനിഷ് ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. കാരണം ഇത് തീർത്തും ഒരു രാഷ്ട്രീയ ചർച്ചയായി പോയോ എന്ന് ചോദിച്ചു പോയി. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല ഡാനിഷ്, നമ്മൾ ഈ ചർച്ചയുടെ ഒരു തലക്കെട്ടിന് തന്നെ വിപരീതമായിട്ട് സർക്കാരിന് വേണ്ടി വാദിക്കുന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. ഡാനിഷിനോട് ആ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, അതായത് ഞാൻ ഇപ്പോഴും ആദ്യം തൊട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ പുതിയൊരു വ്യവസായം തുടങ്ങാൻ ഒട്ടും അനുയോജ്യമായൊരു കാലാവസ്ഥയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ അതൊരു പ്രധാന കാരണമാണ്. ജോലി അവസരങ്ങൾ ഈ നാട്ടിൽ കുറവാണ്. ഈ യുവാക്കളെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ തടയാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള എന്ത് മാർഗമാണ് സർക്കാർ ഈ 10 വർഷത്തിനുള്ളിൽ എടുത്തിട്ടുള്ളത്? ഒരു തരത്തിലുള്ളൊരു കാര്യവും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ PSC പോലുള്ള പല വകുപ്പുകളിലും ഇതേ വിഷയം നേടുന്നുണ്ട്. കാരണം ഈ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു പ്രശ്നം ഞാൻ പറയാം. അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉപരി അതിൻ്റെ ഒരു യുവാക്കൾ നോക്കുമ്പോൾ അവരുടെ അവസരങ്ങളെ എങ്ങനെ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഒരു തെളിവാണത്. ഈ കഴിഞ്ഞ ദിവസം ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള യുവാക്കൾക്ക് സർക്കാർ ഡയറക്റ്റ് അവർക്ക് ഒരു ഇൻസ്പെക്ടർ ലെവലിലേക്കുള്ള ഒരു നിയമനം നടത്തുകയാണ്. അപ്പോൾ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. ഈ സ്പോർട്സ് കൗൺസിലിലൂടെ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലൂടെ കയറി വന്നിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കായിക താരങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ പോലും ഇതിന് കുറഞ്ഞ തസ്തികയിലുള്ള സ്ഥാനങ്ങളാണ്. എന്നാൽ പെട്ടെന്ന് 2 പേരെ ഒരു ഇൻസ്പെക്ടർ റാങ്കിലേക്ക് ഉയർത്തുന്നു. അത് 100 മീറ്റർ പോലും ഓടാൻ സാധിക്കാത്ത അവരെ ആ ഫിസിക്കൽ ടെസ്റ്റിൽ അവർ പരാജയപ്പെടുകയാണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് രഹസ്യമായിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അവരെ പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ യുവാക്കളെ സംബന്ധിച്ചായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചായാലും ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാരിൽ നമ്മൾ എങ്ങനെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുമ്പോട്ട് പോകുന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഉണ്ടാവാം. അതായത് ആഞ്ചലോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയ്ക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. അവർക്ക് ഇപ്പം മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം പോലും, അതായത് ഞങ്ങളുടെ നാട്ടിലെ MLA പ്രിയപ്പെട്ട പിറവം MLA അനൂപ് ജേക്കബ് സാറ്, മുൻ മന്ത്രി, അതുമായിട്ട് ഞാൻ ഒരിക്കലൊരു സംഭാഷണത്തിനിടയിൽ പറയുകയുണ്ടായി. കാരണം യുവാക്കൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സജഷൻ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. അതായത് യുവാക്കളെ സംബന്ധിച്ച് ഇവിടെ നിലവിൽ ഏറ്റവും വലുതായി നേരിടുന്ന ഒരു പ്രശ്നം, അവർക്ക് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ടുള്ള സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അവിടെ എങ്ങനെ നമുക്കത് ഒന്ന് സജ്ജമാക്കുവാനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന നിയോജക മണ്ഡലം അല്ലെങ്കിൽ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കോവർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കാം. അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ടുള്ള വ്യവസായങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾക്ക് അവർക്കൊരു ഓഫീസ് രൂപേണ അവിടെ നിന്ന് തന്നെ അത് വർക്കൗട്ട് ചെയ്യാം. അത് വനിതകൾക്കാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന അങ്ങനെ കുറേ പദ്ധതികൾക്ക് സർക്കാരിന് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളാണ് ഇനി വേണ്ടത്. അല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അഴിമതികൾ മാത്രമല്ല, അത് ആ ചർച്ചയോടൊപ്പം തന്നെ നമ്മളുടെ ഭാവി കേരളം, ഭാവി ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ബോധ്യം കൂടി ഉണ്ടായിരിക്കണം. അത് ഈ പറയുന്ന ഈ 2 ചർച്ചയ്ക്കകത്ത് ഈ 2 പേര് ചർച്ച ചെയ്തതിനകത്ത് അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. കൂടുതലായിട്ടും സംസാരിക്കുന്നത് ഈ സർക്കാരിനെ ഗ്ലോറിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്കകത്ത് ഈ തലക്കെട്ടിനോട് ഒട്ടും നീതി പാലിക്കുന്നില്ല. അത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഇവിടെ ആര്യ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശരി ആഞ്ചലോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ പുതിയ തലമുറയിൽ ആഞ്ചലോ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ്? പുതിയ തലമുറയിൽ കേവലം ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രം നമുക്ക് ഇതിൽ അങ്ങനെ നോക്കിക്കാണാൻ സാധിക്കുമോ?
കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാ ഈ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആഞ്ചലോ ഇപ്പൊ മുന്നോട്ട് വെച്ചത് ഒരു മികച്ച ആശയമാണ്, കോ വർക്കിംഗ് സ്പേസ്. അതൊരു മികച്ച ആശയമാണ്, അതിനെ പറയാൻ ശ്രമിച്ചു. അത് അതിനേക്കാൾ അഭിനന്ദനീയമായ കാര്യം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇപ്പം ആഞ്ചലോ കാണുന്നത് പോലെ നാളത്തെ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആഞ്ചലോയുടെ അഭിപ്രായത്തിൽ ഒരു മികച്ച നേതാവ്, അതിൽ മുന്നണിയൊന്നുമില്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം കേരളത്തിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, എങ്ങനെയാണെങ്കിലും ഒരു മികച്ച നേതാവ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്ന് ആഞ്ചലോയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പല കാര്യങ്ങളിലും പല നേതാക്കന്മാരും മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളോട് ഒരു യോജിപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരിക്കൽ നിയമസഭയിൽ മാത്യു കൊളനാടൻ MLA, ഞങ്ങളുടെ MLA മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. അതായത് സർക്കാർ തന്നെ ടാക്സ് ഈടാക്കിയിട്ട് ഈ മോഡിഫിക്കേഷൻ, അത് വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് വിറ്റ് അത് മേടിച്ച് വെക്കുന്നവന് പിന്നീട് സർക്കാർ തന്നെ ഫൈൻ അടയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതിനെ ചോദ്യം ചെയ്തൊരു കാര്യം. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള പരിഷ്കരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് മുമ്പോട്ട് വെക്കുന്ന കുറേ യുവ നേതാക്കന്മാരുണ്ട്. ഇപ്പം മാത്യു കൊളനാടനാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും തുടങ്ങിയുള്ള ഒട്ടനേക നേതാക്കന്മാർ. അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ 2035 നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനൊരു മാതൃക കാണിച്ചു തന്ന ഒരു MLA ഇന്ന് കേരളത്തിലുണ്ട്. അത് ചാണ്ടിയുമ്മനാണ്. പുതുപ്പള്ളിയിൽ ഒറ്റ ഫ്ലെക്സ് ബോർഡുകളോ ഒരു പ്രിന്റിംഗ് മെറ്റീരിയൽസോ ഇല്ലാണ്ട് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം മതിലെഴുത്തുകൾ മാത്രമാണ് നമുക്ക് പ്രത്യക്ഷത്താൽ കാണാൻ സാധിക്കുന്ന ഒന്ന്. ബാക്കി ആ തെരഞ്ഞെടുപ്പിൻ്റെ ശൈലിയൊക്കെ വളരെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ മാറേണ്ടതായിരിക്കുന്നു. അത് ഈ ചോദ്യത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരം അത് തന്നെയാണ്. ഈ മൂന്ന് ഞാനും അതിനോട് യോജിക്കുന്നു. ഒരു മികച്ച മാതൃകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചാണ്ടിയുമ്മൻ. ഒരു ഫ്ലെക്സുകളില്ല, ഒരു ബാനറില്ല, ഒരു പോസ്റ്റർ ഇല്ല, ഒരു മാറ്റമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആ ഫ്ലെക്സുകളും ഇതൊക്കെ അവിടെ പൊതുവെ അവിടെ കിടക്കാറാണ് പതിവ്.